അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ് വെള്ളവസ്ത്രം ധരിക്കൽ. അതൊക്കെ നബിതങ്ങളുടെ നാടിന്റെ ചര്യയാണെന്ന് പറഞ്ഞ് താടി വെക്കൽ നബിതങ്ങളുടെ നാടിന്റെ ചര്യയാണെന്ന് പറയുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ വെള്ളവസ്ത്രം ധരിക്കൽ, തലയെക്കെട്ട് കെട്ടൽ, ഇതൊക്കെ നാടിന്റെ ചര്യയാണ്, അറബികളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നാടിന്റെ സ്വഭാവങ്ങൾ നടത്താൻ വന്നവരല്ലേ നബിതങ്ങൾ. നബിതങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തതിനോട് നിങ്ങൾ തുടരണമെന്നാണ്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, താടി വെക്കുമ്പോഴേക്ക് വഹാബി എന്ന് ചിത്രീകരിക്കുന്നതുകൊണ്ട് അത് അവര് പാവങ്ങളാണ്. കാരണം താടി വെച്ചുകൊണ്ടാണ് വഹാബികൾ പലരും വരുന്നത്. നല്ല കാര്യമാണ് താടി വെക്കുന്നത്, അത് വഹാബി സ്വഭാവമല്ല സുന്നികളെ, ഏതോ അറിവില്ലാത്തൊരു മനസ്സിലാക്കിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ താടി വെക്കണം. ഒരു പിടിക്കാനെങ്കിൽ താടി നമുക്ക് വേണം. പല സുന്നികൾക്കും താടിയുണ്ട്, ഉസ്താദുമാർക്ക് മുഴുവനും താടിയുണ്ട്. താടിയുള്ളവൻ വഹാബി എന്ന് സുന്നികൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അറിവില്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ തെറ്റിദ്ധരിച്ചുപോയി. നാടന്മാര് താടി വെച്ചാൽ വഹാബിയാണെന്ന്. അത് തിരുത്തണം. അത് വഹാബിസമല്ല, അത് അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്താണ്. പൊതുജനങ്ങൾ താടി വെക്കണം, അത് വലിയ സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. താടി നീട്ടുകയാണ് നല്ലത്. അസീലുൽ ലിഹ്യ, നിങ്ങൾ താടി നീട്ടുക. നിങ്ങൾ അതാ നിങ്ങളുടെ മീശയെ നിങ്ങൾ ചെറുതാക്കുക. ഇമാം നവവി തങ്ങൾ അങ്ങനെയാണ് ഹദീസിന് അർത്ഥം കൊടുത്തത്. മീശയെ ചുണ്ടിന്റെ ചുവപ്പ്, ചുണ്ട് കാണുന്ന രൂപത്തിൽ വെട്ടിക്കളയുക. മീശ വടിക്കുന്നതിൽ അയിമ്മത്തിന് ഹറാമെന്ന് വരെ പറഞ്ഞവരുണ്ട്. താടി വടിക്കൽ ഹറാമെന്നാണ് ഒരു ശാഫി മദ്ഹബിൽ ഹറാമെന്നും കറാഹത്തെന്നും അഭിപ്രായമുണ്ട്. വളരെ മോശപ്പെട്ട വിഷയമാണ് താടി വടിക്കുക എന്നുള്ളത്. തലമുടിയിൽ അതാ പച്ചുവേനോ മറ്റോ കുടുങ്ങി ജനാബത്ത് കുളിക്കുമ്പോൾ അതിലേക്ക് വെള്ളമെത്തുകയില്ല എന്ന് കണ്ടാൽ അത് വടിച്ചു കളയൽ നിർബന്ധമാണെന്നാണ് പണ്ഡിതമതം. എന്നാൽ താടിയുള്ളിൽ പച്ചുവേനോ മറ്റോ കുടുങ്ങി വെള്ളം അതിലേക്ക് എത്തിയില്ലെങ്കിൽ ജനാബത്തിന്റെ വെള്ളമെത്താൻ വേണ്ടി അത് വടിച്ചു കളയേണ്ടതില്ല എന്നല്ല ഇമാം ഇബ്നു ഹജർ ഹൈതമി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. എന്തേ താടി വടിക്കണ്ട, തലമുടി വടിച്ചെങ്കിലും വെള്ളമെത്തിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അദാലി അന്ന ഹൽഖൽ ലിഹയത്തി മുസ്ലത്തുൽ ലിർരിജാൽ, പുരുഷന്മാരുടെ താടി ഒഴിവാക്കുക എന്നുള്ളത് അത് കോലക്കെടാണ്, അത് ഇസ്ലാം കൽപ്പിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ മനുഷ്യന്മാർ, നല്ല നല്ല ആചാര്യമാര് താടിയില്ല, സുന്നിയാണ്. താടിയിൽ നിനക്ക് സുന്നത്തില്ലാതെയായി പോയി സഹോദര. താടിയുള്ളവരൊക്കെ സുന്നികളാണ്. അപ്പൊ സിക്കേര് സുന്നിയാണ്ട് വരും. താടിയുള്ളവരൊക്കെ സുന്നി നമ്മൾ പറഞ്ഞില്ല. ഓ മുസ്ലിമാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞില്ല. തലയെക്കെട്ട് കെട്ടുമ്പോഴേക്കും സുന്നിയായി, അങ്ങനൊന്നുമില്ല. നിയ്യത്ത് നന്നാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്കുന്നു എന്ന നിലക്കുള്ള തലയെക്കെട്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്കുന്നു എന്ന നിലക്കുള്ള ആ ഒരു താടി വല്ലാത്ത അമലാണ്. സുന്നികളായ മുഅ്മിനീങ്ങൾ തുടരണം. ഈ റബീഉൽ അവ്വലിന് തീരുമാനം എടുക്കണം, ഞാൻ താടി വെക്കും. ഇങ്ങനൊക്കെ ഗൗരവമുണ്ടെങ്കിൽ ഇവിടുന്ന് മരിച്ചു പോകണ്ടേ. ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ താടിയൊക്കെ? നിങ്ങളൊന്നും പറയരുത്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വെച്ചാണ്. അപ്പൊ എന്താ താടി നിങ്ങൾ കൊണ്ടിട്ടില്ല? സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് പിന്നെ നമ്മളും കൊണ്ടിട്ടില്ലേ? തെറ്റിദ്ധാരണ എന്നല്ലാണ്ട് ഇതൊക്കെ എന്തൊരു കഥയാണ്. താടി പെണ്ണിട്ടാത്ത കേസൊന്നും ഉണ്ടാവില്ല. വെറുതെ ഓരോ തെറ്റിദ്ധാരണ. ഇതെങ്ങനെ കുടുങ്ങി റബ്ബേ നമ്മുടെ നാട്ടിൽ? പഴയകാലമല്ലാമാരൊക്കെ താടി വെച്ചു. കറാഹത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളരുത്. മുത്തുനബിന്റെ സുന്നത്തിനെ ഇത്തിബാഅ ചെയ്യണം. കുറെ വഹാബിസം, ചിലതൊക്കെ വഹാബിസാണെന്ന് അതിനെ തള്ളലുണ്ട് ദുനിയാവ്. അത് സൂക്ഷിക്കണം, നമ്മൾ അത് സൂക്ഷിക്കണം. അതിന്റെ നിജസ്ഥിതി എന്ത് അന്വേഷിക്കണം. അമുസ്ലിമീങ്ങളായ മന്ത്രവാദികളെടുത്തിട്ട് പോവുക, എന്നിട്ട് ഓല് പറഞ്ഞ എന്തോ കാണുകളൊക്കെ ചെയ്ത് കൂട്ടുക. അത് പോയില്ലെങ്കിൽ വഹാബി. അങ്ങനെ ഇല്ല. മൻ അതാ കാഹിനൻ, ഒരു ജ്യോത്സ്യന്റെ അരികിലേക്ക് ഒരാൾ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ദീനിൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് തോന്നിപ്പിക്കുന്ന പ്രയോഗമാണ് മുത്തുനബി നടത്തിയത്. നോക്ക് നിങ്ങൾ, ഗൗരവമില്ലേ? ഞങ്ങളുടെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, മാറാൻ വിധിക്കപ്പെടാത്ത രോഗങ്ങൾ ഉണ്ടായേക്കാം. ഇതാണ് അതിന്റെ മറുപടി. ഒരു മുസ്ലിം കേൾക്കേണ്ട മറുപടി അതാണ്. മാറിയില്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കളെ കൊണ്ട് ചെയ്യല്ലാതെ എന്താ കാണുന്നത്? പാടില്ല. മാറാൻ വിധിയില്ലാത്ത രോഗമുണ്ടായേക്കാം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് മന്ത്രിക്കാം. അതിനതൊക്കെ ശിർക്കാക്കിയല്ലോ. ഒന്നും മന്ത്രിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മുത്തുനബിനെ മധു വരാൻ ടൈം ഉണ്ടാവില്ല.